10 രൂപ ഉണ്ടെങ്കിൽ ദേ ഈ കാണുന്ന പുല്ലെല്ലാനും നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റൂട്ടാ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് 10 രൂപ കൊണ്ട് മാത്രം ഈ കാണുന്ന പുല്ലെല്ലാനും എങ്ങനെ നശിപ്പിച്ച് കളയാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ മുളച്ച് വരുന്നുണ്ടാവും അല്ലെ. നമുക്ക് ഇത്രയും പുല്ല് പറിച്ചു കളയാനും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനൊക്കെ നല്ലൊരു പരിഹാരമൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പൊ അതിനായിട്ട് എന്താണ് ചെയ്യണേന്നുള്ളത് നോക്കാട്ടാ. ഇവിടെ ഒരു ബക്കറ്റിൽ 1.5 ലിറ്ററോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10 രൂപയുടെ വാഷിംഗ് പൗഡറാണ് കേട്ടോ ചേർക്കാൻ പോണത്. ഞാനിവിടെ സർഫ് എക്സലാണ് എടുത്തിട്ടുള്ളത്. ഏത് വാഷിംഗ് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഒരു പാക്കറ്റ് മുഴുവനായിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. വാഷിംഗ് പൗഡർ 70 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് 150 ഗ്രാം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ സോപ്പ് പൊടി ഉപ്പും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതേ നമ്മൾ ഒഴിക്കാൻ പോണത് വിനാഗിരിയാണ് കേട്ടോ. ഇത് 500 ml വിനാഗിരിയാണ്. ഇത് നമ്മൾ പകുതിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 250 ml. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പുല്ല് കരിക്കാനുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കപ്പ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പുല്ലിലേക്ക് തളിച്ചു കൊടുക്കാം. വാട്ടർ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഒരുപാട് പുല്ലുണ്ടെങ്കിൽ ഇതുപോലെ തളിച്ചു കൊടുക്കൽ കുറച്ച് പാടായിരിക്കും. ഇതിപ്പോ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഇത് രാവിലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ആവുമ്പോഴത്തേനും ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടാവും കേട്ടോ. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുല്ലൊക്കെ ഇതുപോലെ ആയിട്ടുണ്ട്. ആ മിക്സ് ഒഴിച്ച ഭാഗത്ത് മാത്രം പുല്ലെല്ലാനും ഉണങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള എല്ലാ പുല്ലും ഇതുപോലെ നശിപ്പിച്ച് കളയാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഒറ്റ ടൈമിൽ എല്ലാതും പറിച്ച് കളയാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.